ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ ഡ്രീംസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിൻസി ബിനു, ഡ്രീംസ് ഗാർഡനിൽ നിന്നും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒത്തിരി വെറൈറ്റീസ് പ്ലാന്റുകളാണ് നമുക്ക് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. നമുക്കിവിടെ വെക്കാനായിട്ടുള്ള സ്പേസ് ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെ ചെടികളാണ് വന്ന് ചേർന്നിരിക്കുന്നത്? ഇന്ത്യൻ വെറൈറ്റീസും തായ്ലൻഡ് വെറൈറ്റീസും അതുപോലെ തന്നെ മലേഷ്യൻ വെറൈറ്റീസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള വെറൈറ്റീസുകളാണ് നമുക്കിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമുക്കിന്ന് കുറഞ്ഞ വിലയിലുള്ള ചെടികളും അതുപോലെ കൂടിയ വിലയുള്ള ചെടികളും എല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേ ചെടികൾ കൊണ്ടുവന്ന് നമുക്ക് കൊടുക്കുവാനായിട്ട് തികഞ്ഞിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പരാതികളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ചെടികൾ നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്കാണ് നമുക്ക് അപ്ഡേറ്റ് ആയിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്താണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ സൈഡിലെല്ലാം ചെടികളുണ്ട്. ഒത്തിരി പ്ലാന്റ്സുകളാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് അടിപൊളി ഒരു സെയിൽ വീഡിയോ ആണ്. അത് തന്നെയുമല്ല, നമുക്ക് ഒരുപാട് കവർ സൈസ് പ്ലാന്റുകളും ഒരുപാട് വെറൈറ്റി കവർ സൈസ് പ്ലാന്റുകളൊക്കെ നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ. അപ്പോൾ അതായത് നമ്മുടെ ചില്ലി ഐറ്റംസുകളൊക്കെ നമുക്ക് ഒത്തിരി പേര് ചോദിച്ചിരുന്നു, ഫ്ലവർ ഇട്ട ചെറിയ വിലയുടെ പ്ലാന്റുകൾ കൊണ്ടുതരാമോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിരുന്നു. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളെല്ലാം നമ്മൾ മാനിച്ചുകൊണ്ടുള്ള ഇന്ന് ഒരു സെയിൽ വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം എല്ലാവരും സഹകരിക്കുക. മാക്സിമം നമ്മുടെ ചാനലിൽ നിന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ കമൻറ്റുകൾ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എവിടെയാണ് നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിൽ മറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതൊരു ഹോം ഗാർഡൻ ആണ്, ഇതൊരു നഴ്സറി അല്ല കേട്ടോ. അപ്പോൾ പ്ലാന്റുകൾ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യണം എന്നുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കോൾ ചെയ്തതിന് ശേഷം മാത്രം വരാം കേട്ടോ. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. ഈ വാട്സപ്പ് നമ്പർ തന്നെയാണ് നമ്മൾ കോൾ ചെയ്യുന്ന നമ്പർ. അപ്പോൾ നിങ്ങൾ കോൾ ചെയ്തതിന് ശേഷം മാത്രം പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് വരാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പെറ്റ് സർവീസ് വഴിയും പ്ലാന്റ്സുകൾ നമ്മുടെ ഈ കേരളത്തിലെ എല്ലാ ഭാഗത്തേക്കും പെറ്റ് സർവീസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് കൊറിയർ, DTDC കൊറിയർ എല്ലാ നമുക്ക് ഇന്ത്യ ഉൾപ്പെടെ എല്ലായിടത്തും ഇന്ത്യയിൽ ഒട്ടാകെ നമുക്ക് കൊറിയർ സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. എന്താണ് പെറ്റ് സർവീസ് എന്ന് ചോദിക്കാറുണ്ട്. നമ്മുടെ കേരളത്തിൽ പല ഭാഗത്തേക്കും പക്ഷിമൃഗാദികളെ കൊണ്ടുപോകുന്ന ഒരു സർവീസാണ് പെറ്റ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ നാനാഭാഗത്തേക്ക് പെറ്റ് സർവീസ് വഴി നമുക്ക് പ്ലാന്റ്സുകൾ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവരുടെ വണ്ടികൾ കയറ്റിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ ഒത്തിരി ഭാഗത്തേക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെറ്റ് സർവീസ് വഴി എടുക്കാവുന്നതാണ് കേട്ടോ. നമുക്കൊരു ബോക്സിന് 300 മുതൽ 500 വരെയാണ് ചാർജ് ചെയ്യുന്നത്. ഒരു വലിയ ബോക്സുകളാണെങ്കിലാണ് 500 അവർ സാധാരണ ചാർജ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ബോക്സിന് മാക്സിമം പ്ലാന്റുകൾ കയറ്റാവുന്നതാണ്. അപ്പോൾ സെയിം പോട്ടുകൾ, അപ്പം പെറ്റ് സർവീസ് വഴി എടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എത്ര ഇഞ്ചിൻ്റെ പോട്ടാണ്, 10 ഇഞ്ചോ 12 ഇഞ്ചോ അല്ലെങ്കിൽ 8 ഇഞ്ചോ എത്ര സൈസിലുള്ള പോട്ടുകളാണോ വന്നിരിക്കുന്നത് ആ സെയിം പോട്ടുകൾ നമുക്ക് കയറ്റി വിടാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ DTDC കൊറിയർ അയക്കുന്ന നമ്മൾ എല്ലാവർക്കും പ്ലാന്റ്സുകൾ അയക്കുന്നത് വിത്ത് പോട്ടോട് കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വരുമ്പോൾ നടാനുള്ള സൗകര്യക്കുറവുള്ളവർക്കൊക്കെ അത് ഭയങ്കര ഒരു ഗുണം തന്നെയാണ്. അതുപോലെ തന്നെയുമല്ല, പ്ലാന്റ്സുകൾ നല്ല സേഫായിട്ട് വീട്ടിലെത്തും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. എങ്ങനെ സപ്പോർട്ട് ചെയ്യാം? എങ്ങനെയാണ് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. പ്ലാന്റുകൾ കിട്ടിയവർ, അതായത് പെറ്റ് സർവീസ് വഴിയും അതുപോലെ തന്നെ കൊറിയറായിട്ട് പ്ലാന്റുകൾ കിട്ടിയവർ മസ്റ്റായിട്ട് കമൻറ്റുകൾ ചെയ്യുക. നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്ലാന്റുകൾ കിട്ടിയെന്നുള്ള കമൻറ്റുകൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് തരാവുന്ന ഏറ്റവും നല്ലൊരു സപ്പോർട്ടാണ് നിങ്ങളുടെ കമൻറ്റ്. നിങ്ങളുടെ കമൻറ്റുകൾ മാത്രമാണ് നമ്മളുടെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താണ്, നമ്മൾ 12K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മളുടെ ചാനലിനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും കമൻറ്റുകൾ ചെയ്യുക. നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ കിട്ടിയത് എങ്ങനെയെന്ന് കമൻറ്റുകൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന ഓരോ പ്ലാന്റിൻ്റെയും ഐഡിയും അതുപോലെ തന്നെ സൈസ് അതുപോലെ തന്നെ പ്രൈസ് ഒക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റുകളുടെ ലിസ്റ്റ്, അപ്പോൾ ID പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റിൻ്റെ ലിസ്റ്റ് ID വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതി തരാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് വരാവുന്നതാണ്.
ഏറ്റവും ബെറ്റർ നിങ്ങൾ ആ ID എഴുതി നിങ്ങൾക്ക് വരാവുന്നതാണ്. പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ വാട്സപ്പിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് കൂടി സെൻഡ് ചെയ്തിടാം കേട്ടോ. മെസ്സേജ് കാണുന്ന സമയത്തായിരിക്കും അത് എല്ലാ മെസ്സേജുകൾക്കും മാക്സിമം റിപ്ലൈ തരുന്നതാണ് കേട്ടോ. നമുക്കിപ്പോൾ ഇന്നലെ വന്ന് കുറച്ച് മെസ്സേജുകൾക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏത് പ്ലാന്റുകളാണോ നിങ്ങൾക്ക് വേണ്ടത് ആ പ്ലാന്റ്സുകളുടെ ലിസ്റ്റ് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫുൾ അഡ്രസ്സും കൂടി ഇട്ട് വാട്സപ്പിലേക്ക് ഇട്ട് വെക്കാം കേട്ടോ. എന്തായാലും ഞാൻ 1-2 ദിവസത്തിനുള്ളിൽ എന്തായാലും മാക്സിമം നേരത്തെ തന്നെ ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ. പതിവ് പോലെ നമ്മൾ ഇന്നും ഒരു ഗിഫ്റ്റ് പ്ലാന്റ് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഗിഫ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഓറഞ്ച് ഐസിൻ്റെതാ ഈ ഒരു ഗിഫ്റ്റ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ ചെയ്യാം. കമൻറ്റുകളിൽ നിന്ന് ലക്കി ഡ്രോ ഒരാളെ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ലക്കി ഡ്രോ സെലക്ട് ചെയ്യുന്ന ആളാണ് ഗിഫ്റ്റ് പ്ലാന്റ് വാങ്ങിക്കാനായിട്ട് അർഹനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം കേട്ടോ. 2 കാര്യങ്ങൾ കൂടി പറയുകയാണ്. നമ്മൾ പ്ലാന്റ്സുകൾ നമ്മുടെ ഇവിടുന്ന് നമ്മൾ കൊറിയറുകൾ അയക്കുന്ന പ്ലാന്റ്സുകളെല്ലാം വിത്ത് പോട്ടായിട്ടാണ് അയക്കുന്നത്. വിത്ത് പോട്ടായിട്ട് അയക്കുന്ന പ്ലാന്റ്സുകൾ ഒരു കാരണവശാലും നമ്മൾ വീട്ടിൽ വരുമ്പോൾ തന്നെ വെയിലത്തേക്ക് വെക്കരുത്. കാര്യം ബോഗൻവില്ല പ്ലാന്റ്സുകൾക്ക് വെയിൽ കിട്ടിയാൽ മാത്രമാണ് ഫ്ലവർ വരുന്നത്. അപ്പോൾ ഒരു കാരണവശാലും വരുമ്പോൾ തന്നെ വെയിലത്തേക്ക് വെക്കരുത് കേട്ടോ. അത് കുറച്ച് ദിവസം തണലത്ത് വെച്ച് അതൊന്ന് സെറ്റായതിന് ശേഷം മാത്രമേ വെയിലത്തേക്ക് വെക്കാൻ പാടുള്ളൂ. കാരണം നമ്മളിവിടുന്ന് പോട്ട് ചെയ്ത് തരുന്ന പ്ലാന്റ്സുകളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങളുടെ സമയം പോലെ സൗകര്യം പോലെ റീപോർട്ട് ചെയ്യാം. എപ്പോൾ റീപോർട്ട് ചെയ്താലും പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് ദിവസം തണലത്ത് വെച്ചതിന് ശേഷം മാത്രം വെയിലത്ത് വെക്കുക കേട്ടോ. വെയിൽ കിട്ടിയാൽ മാത്രമാണ് ബോഗൻവില്ല പ്ലാന്റ്സുകൾക്ക് പൂക്കൾ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചിട്ട് ഓടിക്കൊണ്ട് വെയിലത്തേക്ക് വെക്കരുത്. പെറ്റ് സർവീസിൽ അയക്കുന്ന പ്ലാന്റ്സുകളാണെങ്കിൽ ഒരു ദിവസമൊക്കെ നിങ്ങൾക്കൊന്ന് തണലത്ത് വെക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് വെയിലത്തേക്ക് തന്നെ വെക്കാവുന്നതാണ് കേട്ടോ. ഇനി പല വീഡിയോസുകളും പ്ലാന്റുകൾക്ക് പല റേറ്റുകളാണ് വരുന്നത്. നമ്മൾ പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യുന്നത് പല സ്ഥലത്തുകളിൽ നിന്നാണ്. പിന്നെ പ്രത്യേകം പറയുവാണ്, കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ പ്ലാന്റിനേക്കാൾ ചില പ്ലാന്റ്സുകൾക്ക് പ്രൈസ് കൂടുതലായിരിക്കാം, ചില പ്ലാന്റ്സുകൾക്ക് പ്രൈസ് കുറവായിരിക്കാം, ചില പ്ലാന്റ്സുകളുടെ സൈസുകളിൽ വ്യത്യാസം വന്നിരിക്കാം, സൈസ് കുറവായിരിക്കാം, കൂടുതലായിരിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാര്യം, പ്ലാന്റുകൾ വരുന്നത് പല സ്ഥലത്തു നിന്നുമാണ് കേട്ടോ. പല സെല്ലേഴ്സിൽ നിന്നുമാണ് ഞങ്ങൾ പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ പലയിടത്തു നിന്നും കിട്ടുന്ന പ്ലാന്റുകൾക്ക് പല റേറ്റ് ആയിരിക്കാം, പല സൈസായിരിക്കാം. പിന്നെ മറ്റുള്ള സെല്ലേഴ്സിൻ്റെ പ്ലാന്റുകളുടെ പ്രൈസുമായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക. ബിക്കോസ് പലർക്കും കിട്ടുന്നത് പല റേറ്റിനാണ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും പല റേറ്റിന് കിട്ടുന്നത് പോലെ ഞങ്ങൾക്ക് കിട്ടുന്നതും പലരുടെ അടുത്തും പല റേറ്റിനാണ്. അപ്പോൾ ആരുടെ പ്ലാന്റിൻ്റെ റേറ്റുമായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോയുടെ പ്ലാന്റ്സുകൾ കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട. ചിലപ്പോൾ പ്ലാന്റ്സിന് റേറ്റ് കൂടുതലായിരിക്കാം, ചില പ്ലാന്റ്സുകൾക്ക് റേറ്റ് കുറവായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിങ്ങൾക്ക് പ്ലാന്റുകൾ വാങ്ങിക്കാം. അത് നിങ്ങളുടെ അവകാശമാണ്. നിങ്ങൾ പ്ലാന്റുകൾ എവിടെ നിന്ന് വാങ്ങിക്കണമെന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ 100% ഗ്യാരണ്ടി തരാം. മാക്സിമം ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്ലാന്റുകൾ മാത്രമേ നിങ്ങളുടെ കൈകളിലേക്ക് നമ്മൾ എത്തിക്കുകയുള്ളൂ കേട്ടോ. ആ ഒരു കാര്യത്തിൽ മാത്രം 100% ഗ്യാരണ്ടി തരാം. കാരണം ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്ലാന്റുകൾ മാത്രം, അതുപോലെ തന്നെ മാക്സിമം നന്നായിട്ട്, ഏറ്റവും നന്നായിട്ട് തന്നെ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നന്നായിട്ട് തന്നെ നമ്മൾ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ എത്തിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് പെറ്റ് സർവീസിലേക്ക് പ്ലാന്റ്സുകൾ പാക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അതുപോലെ തന്നെ ഡ്രീം ഗാർഡന് നല്ല അടിപൊളി ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. നമ്മുടെ അടുത്ത് വരുന്ന പുതിയ പ്ലാന്റ്സുകളുടെ അപ്ഡേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡെയിലി വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കൂടുതലൊന്നും പറയാനില്ല, ഓരോ പ്ലാന്റ്സുകളായിട്ട് നമുക്കൊന്ന് പോകാം നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഇന്നത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ട്രൈ കളർ വേരിഗേറ്റഡ് ആണ് കേട്ടോ. ഒരു 12 ഇഞ്ച് പോട്ടിൽ വന്നിരിക്കുന്ന ട്രൈ കളറാണ് ഇന്നത്തെ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത്. അപ്പോൾ പെറ്റ് സർവീസിൽ എടുക്കുന്നവർക്ക് ഈ ഒരു സെയിം പോട്ട് അങ്ങനെ തന്നെയാണ് കയറ്റി അയക്കുന്നത് കേട്ടോ. അതിപ്പം ഇത് പെറ്റ് സർവീസ് അല്ലാതെ കൊറിയർ എടുക്കുന്നവർക്ക് നമ്മളിത് ഈ വലിയ പോട്ടിൽ നിന്ന് ചെറിയൊരു പോട്ടിലേക്ക് ആയിട്ട് നമ്മൾ അയക്കുന്നത്. കുറച്ചുകൂടി ചെറിയൊരു പോട്ടിലേക്ക് ആക്കിയിട്ടാണ് അയക്കുന്നത്. കൊറിയർ ചാർജ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ട്രൈ കളർ വെരിഗേറ്റഡ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം വരുന്നത്. നല്ല അടിപൊളി ഒരു മലേഷ്യൻ ഇമ്പോർട്ടഡ് വെറൈറ്റി പ്ലാന്റ്സ് ആണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 1800 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. 1800 രൂപയാണ് റേറ്റ് വരുന്നത്. വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഒരു 5 പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ മൾട്ടി ഗ്രാഫ്റ്റഡ് ബോഗെയിൻവില്ല പ്ലാന്റ് ആണ് കേട്ടോ. നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് പേര് എൻക്വയറി ചെയ്ത് വാങ്ങിച്ച പ്ലാന്റ് ആണ് മൾട്ടി ഗ്രാഫ്റ്റഡ് ബോഗെയിൻവില്ല പ്ലാന്റ്സ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള നല്ലൊരു
തായ്ലൻഡ് ഇമ്പോർട്ടൻറ്റ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഇത് വരുന്നത്. ചില്ലി ഐറ്റംസ് ആണ്. അപ്പോൾ ഇതിനകത്ത് കാണുന്നത് നമുക്ക് ചില്ലി റെഡ് കാണാൻ പറ്റുന്നുണ്ട്, ഒരു ഫയറപ്പൽ കാണുന്നുണ്ട്, ചില്ലി ഐസ്ക്രീം കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 കളറുകളും 4 കളറൊക്കെ ആയിട്ടാണ് പ്ലാന്റ്സുകൾ വന്നിരിക്കുന്നത്. നല്ല കട്ടിയുള്ള സ്റ്റെമ്മിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തായ്ലൻഡ് വെറൈറ്റി മൾട്ടിഗ്രാഫ്റ്റഡ് ബോഗെയിൻവില്ല പ്ലാന്റ്സിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് 2500, 2500 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതൊക്കെ പെറ്റ് സർവീസിലേക്ക് എടുക്കാനൊക്കെ ആയിട്ട് ഏറ്റവും ബെറ്റർ ആട്ടോ കേട്ടോ. കാരണം പിന്നെ ഇത് കൊറിയറും അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊറിയർ വേണമെന്നുള്ളവർക്ക് ഇത് കൊറിയർ അയച്ചു കൊടുക്കാവുന്നതാണ്. കൊറിയർ ചാർജ് നല്ലൊരു പൈസ ആവും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ തവണ നമുക്കിത് ഇതുപോലെ കുട പോലെയൊക്കെ ചുറ്റിക്കെട്ടിയൊക്കെയാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ നമ്മുടെ സ്റ്റാർ എന്ന് പറയുന്നത് എന്നത്തെയും പോലെ നമ്മുടെ സ്റ്റാർ എന്നും അടർന്ന മഹാറാണി ചെടികൾ തന്നെയാണ്. എപ്പോഴും എൻക്വയറി വരുന്ന ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ഒത്തിരി പേര് വാങ്ങിക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് അടർന്ന മഹാറാണി ചെടികൾ. അപ്പോൾ നമ്മുടെ അടർന്ന മഹാറാണി ചെടികൾ വീണ്ടും സ്റ്റോക്ക് അപ്ഡേറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് മഹാറാണിയുടെ വലിയ ചെടികൾ അധികം കിട്ടാനില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന 3-4 പീസ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് കിട്ടാനും വലിയ ചെടികൾ അധികം കിട്ടാനില്ല കേട്ടോ. അപ്പോൾ വേണ്ടുള്ളവർ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളാം. ചെറിയ പ്ലാന്റുകളാണ് നമുക്ക് ഇനി കിട്ടാനുള്ളൂ കേട്ടോ. അപ്പോൾ അടർന്നയുടെ ഈ ഒരു സൈസിലുള്ള നല്ല ബുഷായിട്ട് നിൽക്കുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് റേറ്റ് വരുന്നത് 1400 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ മഹാറാണിയുടെ ചെടിയാണ് വരുന്നത്. റേറ്റ് വരുന്നത് 1400 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ 2 ചെടികളും നല്ല അടിപൊളി ഒരു മലേഷ്യൻ ഇമ്പോർട്ടഡ് വെറൈറ്റി ചെടികൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾ കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് റേറ്റ് വരുന്നത് 1000 റുപ്പീസാണ് ഈ ഒരു മഹാറാണിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ. ഫ്ലവറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അതുപോലെ അടർന്നയുടെ അടർന്നയുടെ ചെടിയിൽ നിറച്ചും ഫ്ലവർ തന്നെ ഉണ്ടാവും കേട്ടോ. ചെറിയ പ്ലാന്റിനായാലും ഫ്ലവറുകൾ എല്ലാത്തിനും ഉണ്ടാവും. മഹാറാണിയുടെ ഫ്ലവറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ഈ അടർന്നയുടെ ചെറിയ ചെടികൾ തമ്മിലുള്ള കോംബോ റേറ്റ് വരുന്നത് 1900 രൂപയാണ് കോംബോ റേറ്റ് വരുന്നത് കേട്ടോ. സിംഗിൾ പ്ലാന്റ് ആയിട്ട് 1000 ആണ് റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് അടർന്ന മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം, മഹാറാണി മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ അടർന്നയുടെയും മഹാറാണിയെ പറ്റിയും പറയാണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അടർന്നയിൽ വരുന്ന കളറുകൾ 7-8 കളറുകളാണ് മാറി മാറി വരുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ ഇനി അടർന്നയെ പറ്റി ഒന്നും വിശേഷിപ്പിക്കുന്നില്ല. കാരണം എല്ലാ വീഡിയോയിലും പറഞ്ഞ് നിങ്ങൾ തന്നെ കേട്ട് മടുത്തിട്ടുള്ളതായിരിക്കും. അതുപോലെ മഹാറാണിയെ പറ്റി ഒന്നും പറയാനില്ല. ഇതുപോലെ തന്നെ 6-7 കളറുകളായിട്ട് വരുന്ന വളരെ മനോഹരമായിട്ടുള്ള ചെടിയാണ് മഹാറാണി ചെടി. അപ്പോൾ വേണ്ടുന്നവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറിയ ചെടികളും വലിയ ചെടികളും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് അടുത്തൊരു വെറൈറ്റി വരുന്ന അടർന്നയുടെ യെല്ലോ അടർന്ന ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന പ്ലാന്റാണ്. ഒത്തിരി പേര് വാങ്ങിക്കുന്ന പ്ലാന്റ്സ് ആണ്. ഈ ഒരു സൈസുള്ള യെല്ലോ അടർന്ന പ്ലാന്റ് ആണ്. ഈ ഒരു സൈസുള്ള യെല്ലോ അടർന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് 550. നല്ലൊരു മലേഷ്യൻ ഇമ്പോർട്ടഡ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് യെല്ലോ അടർന്ന കേട്ടോ. 550 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തൊരു വരുന്നത് നമുക്ക് സെയിലിന് ആദ്യമായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് സിൽവർ ക്വീൻ എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ. ഇതുപോലെയാണ് ഫ്ലവർ, ഫുള്ള് ഫ്ലവറാണ് സിൽവർ ക്വീൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 530, 530 രൂപയാണ് സിൽവർ ക്വീൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇനി സിൽവർ ക്വീൻ്റെ ചെറിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ചെറിയ പ്ലാന്റ് അവൈലബിൾ ആണ്. ഈ ഒരു സൈസിലുള്ള കവർ സൈസിലുള്ള പ്ലാന്റ് റേറ്റ് വരുന്നത് 190, 190 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ ഫ്ലവർ വരുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്, ഫുള്ള് ഫ്ലവറാണ് കേട്ടോ. സിൽവർ ക്വീൻ എന്നാണ് പേര് വരുന്നത്. അടുത്തൊരു വെറൈറ്റി നല്ല ചിത്രയുടെ പ്ലാന്റ് ആട്ടോ. നമുക്ക് ചിത്ര ഇതുപോലെ ബുഷായിട്ട് ആദ്യമായിട്ടാണ് സെയിലിന് വരുന്നത്. നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. ബുഷായിട്ട് നിൽക്കണം, കാണാനായിട്ട് നല്ല ഭംഗി തന്നെയാണ്. ഞാനും വിചാരിച്ചു നമുക്ക് ഇതിനു മുമ്പ് ചിത്രയുടെ 1 സ്റ്റെമ്മായിട്ടുള്ള പ്ലാന്റ് വന്നത്. അപ്പോൾ ഇതിങ്ങനെ സ്റ്റെമ്മായിട്ട് നിൽക്കുകയുള്ളൂ, ഇങ്ങനെ ബുഷായി നിൽക്കുമെന്നൊക്കെ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ്സ് നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ചിത്രയുടെ ഈ ഒരു സൈസിലുള്ള ചിത്ര പ്ലാന്റ് വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഒരു സൈസിലുള്ള ചിത്രയ്ക്ക് റേറ്റ് വരുന്നത് 350, 350 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട്, നമ്മൾ കുറഞ്ഞ വിലയുടെ പ്ലാന്റുകൾ കൂടി കൊണ്ടുവരുന്നുണ്ട്. അതായത് എപ്പോഴും എല്ലാവർക്കും നല്ല റേറ്റ് ഒന്നും കൊടുത്ത് വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി കുറഞ്ഞ വിലയുടെ പ്ലാന്റുകൾ കൂടി ഉൾക്കൊള്ളിക്കുന്നതാണ് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഒത്തിരി പേര് ആവശ്യപ്പെടുന്നുണ്ട്, ചെറിയ പ്ലാന്റുകൾ ഫ്ലവർ ഇട്ടത് കൊണ്ടുവരാമോ, ചെറിയ വിലയുടെ പ്ലാന്റുകൾ കൊണ്ടുവരാമോ എന്ന് ഒത്തിരി പേര് ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നല്ല ഫ്ലവർ തന്നെയാണ് വരുന്നത്. നല്ല കളർ, ഡബിൾ ഷെയ്ഡ് കളറാണ് കേട്ടോ വരുന്നത്. ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ്, നല്ല ഫുൾ ഫ്ലവർ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ്. പേര് വരുന്നത് കിങ് മാർബിൾ എന്നാണ് പേര് വരുന്നത് കേട്ടോ. കിങ് മാർബിൾ ആണ്, അല്ലെങ്കിൽ മാർബിൾ കിങ് എന്നാണ് നമുക്ക് ഐഡി തന്നിരിക്കുന്നത്. ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 250, 250 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ.
നല്ല വലിയൊരു 7 ഇഞ്ച് പോട്ടിൽ തന്നെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് വന്നിരുന്ന ഒരു പ്ലാന്റ് ആണ് മൊണാലിസ യെല്ലോ. 12 ഇഞ്ച് പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ്. നല്ല ഫ്ലവറൊക്കെ പൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മൊണാലിസ യെല്ലോയുടെ ഫ്ലവറൊക്കെ പൊഴിഞ്ഞിട്ടുണ്ട്. ഇത് മൊണാലിസ യെല്ലോയുടെ ഇതുപോലെ നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 600 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. നമുക്കൊരു 4-5 പ്ലാന്റ് മാത്രമാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. മൊണാലിസ യെല്ലോയാണ് കേട്ടോ. അത് അത്യാവശ്യം വലിയ പോട്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. 12 ഇഞ്ച് പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. അതുകൊണ്ടാണ് ഇത്ര റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ഐസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ്സ് ആണ്. നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ ഓറഞ്ച് ഐസ് വന്നിട്ട് കൊടുക്കുവാനായിട്ട് തികഞ്ഞിരുന്നില്ല. വേരിഗേറ്റഡ് ലീഫിൽ ഓറഞ്ച് കളറും അതുപോലെ പിങ്ക് കളറും മിക്സഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഓറഞ്ച് ഐസ് എന്ന് പറയുന്ന പ്ലാന്റ്. ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 270 270 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പ്ലാന്റ് വരുന്നത്. അതായത് ചില്ലി യെല്ലോ ആണ്. വെറൈറ്റി വരുന്നത് ചില്ലി യെല്ലോ ആണ്. ഇതുപോലെ ബുഷായിട്ട്, അതായത് ഡ്വാർഫ് വെറൈറ്റി ചില്ലി യെല്ലോ ആണ് വരുന്നത്. ഫ്ലവർ ആണ് ഫുള്ള് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ്. നമുക്ക് സാധാരണ ചില്ലി യെല്ലോ കുറച്ചും കൂടി വലിയ പ്ലാന്റ് ഒക്കെ വന്നിട്ട് സ്റ്റെമ്മൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കുന്ന പ്ലാന്റ് ആണ് വരാറ്. പക്ഷേ ഇതുപോലെ ബുഷായിട്ട് നമുക്ക് ചില്ലി യെല്ലോ വന്നിട്ടില്ല. ഇതൊരു ഡ്വാർഫ് വെറൈറ്റി പ്ലാന്റ് ആണ്. ഈ ഒരു സൈസുള്ള ചില്ലി യെല്ലോക്ക് റേറ്റ് വരുന്നത് 450 450 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി വൈറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ബ്യൂട്ടി വൈറ്റ് നല്ല ഡ്വാർഫ് വെറൈറ്റി ആയിട്ട് വരുന്ന പ്ലാന്റ് ആണ്. ഫുൾ ഫ്ലവർ ആണ്. ബ്യൂട്ടി വൈറ്റ് ഇതുപോലെ കുറച്ച് ഷെയ്ഡൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. കളർ ചേഞ്ചുകളൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ കുറച്ച് കളർ ചേഞ്ചുകളൊക്കെ വരുന്ന കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്യൂട്ടി വൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 250 250 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് എല്ലാം എത്തിച്ചേർന്നത്. നിങ്ങൾക്ക് ഓരോ പ്ലാന്റുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഈ പ്ലാന്റ് എത്രമാത്രം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണെന്ന് കേട്ടോ. ഒരു വെറൈറ്റി വരുന്നത് തിമ പിങ്ക് ആണ് കേട്ടോ. തിമ റെഡ് നമുക്ക് കുറേ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. തിമ പിങ്ക് കുറച്ചായിട്ട് നമുക്ക് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് തിമ പിങ്കിന് ഇതുപോലെ ഫുൾ ഫ്ലവർ ഇട്ടത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് റേറ്റ് വരുന്നത് 250 250 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ പൂനെ പർപ്പിൾ ആണ് വരുന്നത് കേട്ടോ. പൂനെ പർപ്പിളിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത്. റേറ്റ് വരുന്നത് 250 ആണ് കേട്ടോ. നല്ല ഹെവി ബുഷായിട്ട് ഫുൾ ഫ്ലവർ ആയിട്ടാണ് പ്ലാന്റുകൾ വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ പേര് വരുന്നത് പൂനെ പർപ്പിൾ എന്നാണ്. റേറ്റ് വരുന്നത് 250. അടുത്തൊരു വെറൈറ്റി വരുന്നത് ഗോൾഡൻ സൺഷൈൻ ആണ് കേട്ടോ. ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു 6-7 കളറൊക്കെ ഫ്ലവർ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ. കളറുകൾ മാറി മാറി ഒത്തിരി കളറുകളായി വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഞാൻ അതിൻ്റെ നല്ലൊരു പിക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട്. ഗോൾഡൻ സൺഷൈൻ ആണ്. ഇതുപോലെ ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 660 ആണ്. ഒത്തിരി പേര് എൻക്വയറി ചെയ്ത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് വാങ്ങിച്ച പ്ലാന്റ്സ് ആണ് കേട്ടോ. നമുക്കിത് 3-4 പ്രാവശ്യമായിട്ട് നമ്മളിത് ഇറക്കിയിട്ട് നമുക്ക് തികയാതെ വന്നൊരു പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം മാർക്കറ്റിൽ നല്ല ഡിമാൻഡും നല്ല വിലയും ഉള്ളൊരു പ്ലാന്റ് ആണ് ഗോൾഡൻ സൺഷൈൻ. റേറ്റ് വരുന്നത് 660. ഇനി ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ പ്ലാന്റ്സ് ചിലപ്പോൾ ഫ്ലവറൊക്കെ ചിലപ്പോൾ പൊഴിഞ്ഞു പോയിട്ടുണ്ടാവും കേട്ടോ. പ്ലാന്റ്സ് എന്നാലും സൈസ് എല്ലാം ഇത് തന്നെ ഉണ്ടാവും കേട്ടോ. ഫ്ലവറിൻ്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരില്ല. ഫ്ലവർ ചിലപ്പം നിന്നോ നാളേക്ക് ചിലപ്പം ലോഡൊക്കെ വന്നതിന് ക്ഷീണത്തിൽ ഫ്ലവറൊക്കെ ചിലപ്പോൾ പൊഴിഞ്ഞു പോയിട്ടുണ്ടാവും കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ് ചോക്ലേറ്റ് ബ്രൗൺ. ചോക്ലേറ്റ് ബ്രൗൺ അത്യാവശ്യം മാർക്കറ്റിന് നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ചോക്ലേറ്റ് ബ്രൗൺ ഇതാണ് ചോക്ലേറ്റിൻ്റെ കളർ തന്നെയാണ് ഫ്ലവർ വരുന്നത്. അതുകൊണ്ടാണ് ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറയുന്നത്. ഈ ഒരു സൈസുള്ള നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് ചോക്ലേറ്റ് ബ്രൗൺ വരുന്നത് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ബ്രൗണ്ട് ഈ ഒരു സൈസുള്ള പ്ലാന്റ് റേറ്റ് വരുന്നത് 630 630 രൂപയാണ് റേറ്റ് വരുന്നത്. പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ വരുന്നത്. ചിലപ്പോൾ പൂക്കളൊന്നും ചിലപ്പോൾ എല്ലാ പ്ലാന്റിലും ഇത്ര ഉണ്ടായെന്ന് വരില്ല. പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ പൂക്കളല്ല നോക്കേണ്ടത്, പ്ലാന്റിൻ്റെ ഹെൽത്ത് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ പ്ലാന്റ് നല്ല ഹെൽത്തി ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. എപ്പോഴും ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് മാക്സിമം നമ്മൾ ഇവിടുന്ന് സെൻഡ് ആക്കി തരുന്നത് കേട്ടോ. ഇനി അടുത്തൊരു വെറൈറ്റി വരുന്നത് ബേബി പിങ്ക് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒത്തിരി പ്ലാന്റ്സുകൾ കുറഞ്ഞ വിലയുടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒത്തിരി പേര് ആവശ്യപ്പെട്ട പ്രകാരമാണ് ചെറിയ വിലയുടെ പ്ലാന്റുകൾ ഒത്തിരി പേര് കൊണ്ടുവരാൻ പറഞ്ഞ ആവശ്യപ്പെട്ട പ്രകാരമാണ് നമ്മൾ ചെറിയ വിലയുടെ പ്ലാന്റ്സുകൾ കുറേ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെറൈറ്റി പേര് വരുന്നത് ബ്യൂട്ടി പിങ്ക് ആണ്. ഫ്ലവർ മാത്രമേ ഉള്ളൂ, ഇല എവിടെയെന്ന് കാണാനില്ല. അതുപോലെയാണ് ഫ്ലവർ തിങ്ങി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലവർ ഇതുപോലെ ഫ്ലവർ വരും. നമുക്കൊന്ന് വെയിലത്ത് ഏത് പ്ലാന്റും വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലവറിങ് ആവും. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇല കാണാത്തോളം ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് ബ്യൂട്ടി പിങ്ക് എന്ന് പറഞ്ഞ ഈ വെറൈറ്റി. ബേബി പിങ്ക് എന്ന് പറഞ്ഞ ഈ വെറൈറ്റിയാണ്. ഇതിന് റേറ്റ് വരുന്നതും 250 250 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് കണ്ടോ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഹെവി ബുഷായിട്ട് വന്നിരിക്കുന്ന ഫാർമോസ വൈറ്റ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഭയങ്കര ഭംഗി തന്നെയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഈ വൈറ്റ് ഫ്ലവറൊക്കെ ഒരു വെറൈറ്റി ആണ് കേട്ടോ. സാധാരണ നമുക്ക് വരാറുള്ള
വൈറ്റ് ഫ്ലവർ പോലെയല്ല. നമുക്ക് സൺറൈസ് വൈറ്റ് ഒക്കെ വരാറുണ്ട്, അതുപോലെ ഹവായ് വൈറ്റ് ഒക്കെ വരാറുണ്ട്. പക്ഷെ അതുപോലെയല്ല ഇതിൻ്റെ ഫ്ലവറും അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലാന്റ്സൊക്കെ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ കാണാനായിട്ട്. അതും പ്ലാന്റ്സ് വന്നിരിക്കുന്നത് ഹെവി ബുഷാണ്. നന്നായിട്ട് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി പ്ലാന്റ്സ് കൂടിയാണ് കേട്ടോ. ഹാങ് ചെയ്യാനും അല്ലാതെ പോട്ടിൽ ഇതുപോലെ പോട്ടിൽ വെക്കാനൊക്കെ നല്ലൊരു വെറൈറ്റി പ്ലാന്റ്സ് തന്നെയാണ് ഫാർമോസ വൈറ്റ്. ഈ ഒരു പ്ലാന്റിന് ഈ ഹെവി ബുഷായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് 650 ആണ് കേട്ടോ. 650 രൂപയാണ് റേറ്റ് വരുന്നത്. ഫാർമോസ വൈറ്റ് ഒക്കെ നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ സെയിലിന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബേബി പിങ്ക് ഇതൊക്കെ ആദ്യമായിട്ടാണ് നമുക്ക് സെയിലിന് വരുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു വെറൈറ്റിയാണ് ഹവായ് പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റി കേട്ടോ. ഹവായ് പിങ്ക്, നമുക്ക് ഹവായ് പർപ്പിൾ വന്നിട്ടുണ്ട്, ഹവായ് വൈറ്റ് വന്നിട്ടുണ്ട്, ഹവായ് പിങ്ക് നമുക്ക് വന്നിട്ടില്ല കേട്ടോ. ഇതാണ് കളറ് വരുന്നത്. ഇതിൻ്റെ ലീവ്സൊക്കെ നമ്മളെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീവ്സ് ആണ്. നല്ലൊരു ഹാങ്ങിങ് വെറൈറ്റിയാണ് ഹവായ് പിങ്ക് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് കേട്ടോ. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. അതുപോലെ തന്നെ ഈ ചട്ടിയിലും വയ്ക്കാവുന്ന പ്ലാന്റ്സ് ആണ്. ഈ ഒരു ഹവായ് പിങ്കിന് റേറ്റ് വരുന്നത് 550 ആണ് റേറ്റ് വരുന്നത്. 550 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗി തന്നെയാണ്, നല്ല തിക്കായിട്ട് ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് ഹവായ് പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റി. നമുക്ക് ഇതും സെയിലിന് ആദ്യമായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. അടുത്തൊരു വെറൈറ്റി വരുന്നത് സെക്കൂറ ബെല്ലാക്ക. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്ലാന്റ്സേ കൊണ്ടുവന്നിരുന്നുള്ളൂ, അത് തികഞ്ഞും ചെയ്തിരുന്നില്ല. സെക്കൂറ ബെല്ലാക്ക ഒരുപാട് പേര് എൻക്വയറി ചെയ്തിരുന്നു. കാരണം നല്ലൊരു മലേഷ്യൻ ഇമ്പോർട്ടഡ് വെറൈറ്റി പ്ലാന്റ് ആണ് സെക്കൂറ ബെല്ലാക്ക. അത് ഫ്ലവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത്. അത്യാവശ്യം നല്ല റേറ്റും നല്ല ഡിമാൻഡും മാർക്കറ്റുള്ള പ്ലാന്റ് ആണ് സെക്കൂറ ബെല്ലാക്ക. കുറച്ച് പേര് ആവശ്യപ്പെട്ട് നമുക്ക് കൊടുക്കുവാനായിട്ട് തികഞ്ഞിരുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൂറ ബെല്ലാക്കയ്ക്ക് റേറ്റ് വരുന്നത് 1300 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. 1300 രൂപയാണ് സെക്കൂറ ബെല്ലാക്കയ്ക്ക് റേറ്റ് വരുന്നത്. ഈ വീഡിയോയുടെ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഹാങ്ങിങ് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഹവായ് പർപ്പിൾ ആണ് വന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ ഹവായ് പിങ്ക് കണ്ടിരുന്നു. അപ്പോൾ ഇത് ഹവായ് പർപ്പിൾ ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഇന്ന് ഹവായ് പർപ്പിൾ ഹാങ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് പേര് ആവശ്യപ്പെട്ടിരുന്നു. കുറഞ്ഞ റേറ്റിൽ ഹവായുടെ വെറൈറ്റീസുകൾ കൊണ്ടുവരാമോ, ഹാങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറഞ്ഞ റേറ്റിൽ കൊണ്ടുവരാമോ എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് നല്ല ഹാങ്ങിങ് ബോട്ടിലേക്ക് ഹാങ് ചെയ്യാവുന്നതാണ്. ഇത് ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഹവായ് പർപ്പിൾ. അപ്പോൾ ഈ ഒരു സൈസുള്ള ഹവായ് പർപ്പിൾ ഇന്നത്തെ റേറ്റ് വരുന്നത് 350 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതൊരു നല്ലത് ഇത്രയും ഉള്ളൊരു കവർ സൈസിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിതൊരു ചെറിയ പോട്ടിലേക്ക് ആക്കിയിട്ടായിരിക്കും അയക്കുക. നിങ്ങൾക്ക് വീട്ടിൽ വരുമ്പോൾ പ്ലാന്റ്സുകൾ വലിയ പോട്ടിലേക്ക് റീപോർട്ട് ചെയ്ത് നടാവുന്നതാണ് കേട്ടോ. റീപോർട്ട് ചെയ്യുമ്പോൾ ഹാങ്ങിങ് ബോട്ടിലേക്ക് ചെയ്യാവുന്ന. റീപോർട്ട് ചെയ്യുമ്പോൾ ഉടൻ തന്നെ വെയിലത്തേക്ക് വെക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലാന്റ്സുകൾ നട്ട ഉടൻ തന്നെ വെയിലത്ത് വെക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 350 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് ലോല എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ. പേര് പോലെ തന്നെ ലോലമായിട്ടുള്ള സ്റ്റെമ്മുകളാണ് കേട്ടോ ഇതിനുള്ളത്. വളരെ തിന്നായിട്ടുള്ള സ്റ്റെമ്മാണ്. ഹാങ് ചെയ്യാനായിട്ട് ഏറ്റവും ഒരു സൂപ്പർ വെറൈറ്റി തന്നെയാണ് ലോല എന്ന് പറയുന്ന പ്ലാന്റ്സ് കേട്ടോ. അപ്പോൾ ലോല എന്ന് പറയുന്ന പ്ലാന്റ്സിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുന്നത് 1450 ആണ് റേറ്റ് വരുന്നത്. 1450 രൂപയാണ് ലോല റേറ്റ് വരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്ലാന്റാണ് കൊണ്ടുവന്നിരുന്നുള്ളൂ. ഒരുപാട് പേര് എൻക്വയറി ചെയ്തിരുന്നു കേട്ടോ ലോല പ്ലാന്റ്സ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒത്തിരി പേർക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ ഹാങ്ങിങ് പോട്ടിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ പെറ്റ് സർവീസിൽ എടുക്കുന്നവർക്ക് നമുക്ക് ഈ സെയിം പോട്ടുകൾ അങ്ങനെ തന്നെ അയക്കാവുന്നതാണ്. അല്ലാതെ നമുക്ക് പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇത് ചെറിയ പോട്ടിലേക്കായിട്ട് സേഫായിട്ട് വീട്ടിലെത്തിക്കുന്നതാണ് കേട്ടോ. ലോല എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. ഇതാണ് ഫ്ലവർ വരുന്നത്. ലൈറ്റ് പർപ്പിളാണ്. ഫ്ലവർ ആണെങ്കിൽ പോലും ഭയങ്കര തിന്നായിട്ടുള്ള ഫ്ലവർ ആട്ടോ വരുന്നത്. ഒരു മലേഷ്യൻ ഇമ്പോർട്ടഡ് വെറൈറ്റി പ്ലാന്റ്, നല്ല അടിപൊളി ഒരു പ്ലാന്റ് തന്നെയാണ്. മാർബിൾ വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് കേട്ടോ. ലീഫൊക്കെ മാർബിൾ പോലെ തന്നെയാണ് ഇരിക്കുന്നത് കണ്ടോ. നല്ലൊരു വെറൈറ്റി ഒരു പ്ലാന്റ് തന്നെയാണ്. ഇത് ഹാങ് ചെയ്യാനും നല്ലൊരു വെറൈറ്റി തന്നെയാണ്. അല്ലാതെ നമുക്ക് നിലത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ മാർബിൾ വൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് വരുന്നത്. ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 1400 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. 1400 രൂപയാണ് റേറ്റ് വരുന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു ഐറ്റമാണ് കവർ സൈസിൽ വന്നിരിക്കുന്ന ചില്ലി വെറൈറ്റീസ് കവർ സൈസ് നമുക്ക് ഇതിനു മുമ്പ് വന്നിരുന്നു. പക്ഷേ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സുകളായിരുന്നു. ഇന്ന് നമുക്ക് ഫ്ലവറോട് കൂടിയ ചില്ലി വെറൈറ്റീസുകളാണ് വന്നിരിക്കുന്നത്. ആവശ്യത്തിനുള്ള സ്റ്റോക്കാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരുന്നു ചില്ലി വെറൈറ്റീസ് കവർ സൈസിലുള്ള ഫ്ലവർ ഇട്ട പ്ലാന്റ് കൊണ്ടുവരാമോ എന്ന്. അപ്പോൾ നമുക്കിത് വെറൈറ്റീസുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം വരുന്നത് ചില്ലി ഐസ്ക്രീം എന്ന് പറയുന്ന വെറൈറ്റിയാണ്.
ഐസ്ക്രീമിൻ്റെയൊക്കെ കളറുകൾ നന്നായിട്ട് തെളിഞ്ഞ് വരാനുണ്ട് കേട്ടോ, കുറച്ചുകൂടി കളർ തെളിഞ്ഞ് വരാനുണ്ട്. ചില്ലി ഐസ്ക്രീമിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കാണിക്കാം നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്നാലും നമുക്കിവിടെ വന്നിരിക്കുന്ന എല്ലാം ഫ്ലവർ ഇട്ട പ്ലാന്റുകളാണ് ചില്ലി ഐസ്ക്രീം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചില്ലി ഐസ്ക്രീമിൻ്റെ ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് ആണ്. ഇന്നത്തെ പ്രൈസ് വരുന്നത് 290. ഇതുപോലത്തെ ചില്ലി ഐസ്ക്രീം ഫ്ലവർ ഇട്ട പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 290, 290 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ചില്ലി ഓറഞ്ച് എന്ന് പറയുന്ന വെറൈറ്റി കേട്ടോ. അതും പ്ലാന്റ് സൈസൊക്കെ അത്യാവശ്യം സൈസുള്ള പ്ലാന്റാണെന്ന് വന്നിരിക്കുന്നത്. കവർ സൈസിലുള്ളതാണെങ്കിലും എല്ലാം ഫ്ലവർ ഇട്ട പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതാ ചില്ലി ഓറഞ്ച് ആണ് വന്നിരിക്കുന്നത്. ചില്ലി ഓറഞ്ചിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 290, 290 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത വെറൈറ്റി ഏതാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത വെറൈറ്റി വരുന്നത് ചില്ലി യെല്ലോ. ചില്ലി യെല്ലോയും ഇതുപോലെ ഫ്ലവർ ഇട്ട കവർ സൈസിലുള്ള പ്ലാന്റാണ് വന്നിരിക്കുന്നത്. ഈ ഫ്ലവർ ഇട്ട കവർ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 290, 290 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സുകളൊക്കെ ഇപ്പോൾ നമുക്ക് ലോഡ് അട്ടിയിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പ്ലാന്റ്സിന് ക്ഷീണമുണ്ട്. നമ്മളിപ്പോൾ ഇത് വാട്ടർ ചെയ്ത് നനച്ചൊക്കെ ഇട്ടേക്കുവാണ്. 2 ദിവസത്തിനുള്ളിൽ പ്ലാന്റ്സൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നത്. നിങ്ങൾക്ക് കൊറിയറൊക്കെ അയക്കാറാകുമ്പോഴത്തേക്കും, ഇപ്പോൾ നാളെ നമുക്ക് അവധിയാണ്, 2 ദിവസം കൊണ്ട് പ്ലാന്റ്സൊക്കെ നല്ല നല്ല ഉഷാറായിട്ട് വരും കേട്ടോ. നിങ്ങൾക്ക് കൊറിയർ അയക്കാറാകുമ്പോഴത്തേക്കും പ്ലാന്റൊക്കെ നല്ല സെറ്റായി കിട്ടും കേട്ടോ. ഇതിപ്പം പ്ലാന്റുകൾ വന്നിറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ലോഡ് അട്ടിയിട്ട് അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പ്ലാന്റ്സിന്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഹവായി പർപ്പിളും അതുപോലെ തന്നെ ഹവായി വൈറ്റും ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ 3 വെറൈറ്റി പ്ലാന്റ്സ് നമ്മൾ കണ്ടു ചില്ലിയുടെ. ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ തായ് ഡീലൈറ്റ് എന്ന് പറഞ്ഞൊരു പ്ലാന്റും കൂടി നമുക്ക് കവർ സൈസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈസുള്ള തായ് ഡീലൈറ്റിൻ്റെ പ്ലാന്റും കൂടി കവർ സൈസിൽ വന്നിട്ടുണ്ട്. ഇതിനും റേറ്റ് വരുന്നത് 290 ആണ് കേട്ടോ. അപ്പോൾ 4 വെറൈറ്റി പ്ലാന്റ് ആണ് നമുക്കിവിടെ 290യുടെ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ചില്ലി യെല്ലോ, ചില്ലി ഓറഞ്ച്, അതുപോലെ ചില്ലി ഐസ്ക്രീം, തായ് ഡീലൈറ്റ്. ഒരു പ്ലാന്റും കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഏതാണ് നമ്മുടെ ഒരു പ്ലാന്റും കൂടി നോക്കാം. ചില്ലി റെഡ്. ചില്ലി റെഡിൻ്റെ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചില്ലി റെഡിൻ്റെ എല്ലാ പ്ലാന്റിനും ഫ്ലവർ ഇല്ല കേട്ടോ. ഫ്ലവർ ഇല്ലാത്ത കുറേ ചില്ലി റെഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ചില്ലി റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് അയക്കുമ്പോൾ ചിലപ്പോൾ ഫ്ലവർ ഉണ്ടായിന്ന് വരില്ല. ഫ്ലവർ ആവാറായ പ്ലാന്റ്, അതായത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ സൈസ് ഇതായിരിക്കും. ഫ്ലവർ ആവാറായ പ്ലാന്റ് ആയിരിക്കും. ഈ 1-2 പ്ലാന്റിൽ മാത്രമേ ഫ്ലവർ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് നമ്മുടെ ചില്ലി വെറൈറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു റേറ്റിന് നമുക്ക് ഇതുവരെയും കൊണ്ടുവരാനായിട്ട് സാധിച്ചിരുന്നിട്ടില്ല. നമുക്ക് ആദ്യമായിട്ടാണ് ഇത്രയും പ്ലാന്റ്സ് നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പം വേണ്ടുന്നവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ലാവണ്ടർ എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ. ലാവണ്ടർ എന്ന് പറഞ്ഞാൽ ചെറിയ ലീഫായിട്ട് നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റാണ് ലാവണ്ടർ എന്ന് പറയുന്ന വെറൈറ്റി. ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 250, 250 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഹവായ് വയലറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഹവായ് വയലറ്റിന് ഒരുപാട് എൻക്വയറി വന്നിരുന്നു. നമുക്ക് ലാസ്റ്റ് ആയപ്പോൾ കൊടുക്കാനായിട്ട് തികഞ്ഞിരുന്നില്ല. അപ്പോൾ ഹവായ് വയലറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്, നല്ല അടിപൊളി പ്ലാന്റ് തന്നെയാണ് ഹവായ് വയലറ്റ്. നല്ല ബുഷായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കുറച്ചുകൂടി വലിയ പ്ലാന്റ് ആണ്. ഇപ്പോൾ 8 ഇഞ്ച് പോട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി വലിയ പ്ലാന്റാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹവായ് വയലറ്റിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വന്ന് 500 രൂപയാണ് റേറ്റ് വരുന്നത്. നന്നായിട്ട് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട്. നന്നായിട്ട് ഹാങ് ചെയ്യാനും അതുപോലെ പോട്ടിൽ ഇതുപോലെ നിർത്താനും നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഹവായ് വയലറ്റ് കേട്ടോ. അടുത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് ഹവായ് വൈറ്റ് ആണ് കേട്ടോ. ഹവായ് വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ്. ഫ്ലവറൊക്കെ വന്ന് പൊഴിഞ്ഞേക്കുവാണ് കേട്ടോ. അപ്പോൾ ഹവായ് വൈറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഹവായ് വൈറ്റ് ഒത്തിരി പേര് ഹാങ് ചെയ്യാനായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഹവായ് വൈറ്റ്. ഇതിന് റേറ്റ് വരുന്നത് 520 ആണ് റേറ്റ് വരുന്നത്. 520 രൂപയാണ് ഈ ഒരു സൈസിലുള്ള ഹവായ് വൈറ്റിന് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഫയറോപ്പൽ ഓറഞ്ച് ആണ് കേട്ടോ. ഫയറോപ്പൽ ഓറഞ്ചിൻ്റെ ഈ ഒരു സൈസിലുള്ള വലിയ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള വലിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് 500 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതൊരു 8 ഇഞ്ച് പോട്ടിൽ വന്നിരിക്കുന്ന ബിഗ് സൈസായിട്ടുള്ള ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ്. ഇനിയിപ്പം 420യുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റും കൂടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത അത്യാവശ്യം ബുഷായിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റും കൂടി അവൈലബിൾ ആണ്. 420 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ബോഗെയിൻവില്ല പ്ലാന്റ് പോലും കയ്യിലില്ല എന്ന് പറയുന്നവർക്ക് ഇനി ബോഗെയിൻവില്ല പ്ലാന്റ് കയ്യിലില്ല എന്ന് പറയേണ്ടത് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഡോക്ടർ റാവു റെഡ്, അതുപോലെ മൊണാലിസ റെഡ്, അതുപോലെ തന്നെ പൂനെ വൈറ്റ്, ഇങ്ങനെ 3 പ്ലാന്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ 3 പ്ലാന്റ്സിനും കൂടി ഇന്ന് നമുക്ക് ഡ്രീം ഗാർഡനിൽ കൊടുക്കാവുന്ന ഏറ്റവും കുറഞ്ഞ റേറ്റാണ് 450, 450 രൂപയാണ്
നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിന് 150 വെച്ചിട്ട് മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. ഇനി ബോഗിൻവില്ല പ്ലാന്റ്സ് കയ്യില്ലെന്ന് ആരും പറയണ്ട, അത് ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ബോഗിൻവില്ല അതായത് കൊണ്ടുവന്നിരിക്കുന്നത്. 150 വെച്ചിട്ടാണ്. അപ്പോൾ ഈ പ്ലാന്റ്സിന് കോംബോ ആയിട്ട് എടുക്കുമ്പോൾ 450 രൂപയാണ്. സെപ്പറേറ്റ് പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇന്നത്തെ ഒരു ഓഫർ മാത്രമാണ് കേട്ടോ വരുന്നത്. 150 ആണ് റേറ്റ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ തിമാർ റെഡാണ് കേട്ടോ. തിമാർ റെഡ് ലീഫ് ഇതുപോലെ യെല്ലോ വെരിഗേഷൻ വന്നിരിക്കുന്ന പ്ലാന്റാണ് തിമാർ റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്. നല്ല ഭംഗി തന്നെയാണ് ഫ്ലവറൊക്കെ കാണാനായിട്ട്. ഈ ഒരു കളറാണ് തിമാർ റെഡ് എന്ന് പറയുമ്പോൾ റെഡ് കളറല്ല കേട്ടോ. ഇതുപോലത്തെ ഒരു കളറാണ് വരുന്നത്. ഇനി പലരും തിമാർ റെഡ് എന്ന് പറയുമ്പോൾ റെഡാണ് തെറ്റിദ്ധരിക്കുന്നുണ്ട്. റെഡ് അല്ല, പല പ്ലാന്റുകളുടെയും റെഡൊക്കെ ചേർത്ത് വരുന്നുണ്ടെങ്കിലും പ്ലാന്റിൻ്റെ ഫ്ലവർ ചിലപ്പോൾ റെഡ് ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള തിമാർ റെഡ് ഫുൾ ഫ്ലവറാണ് കേട്ടോ. ഇനിയിപ്പം ഈ സൈസ് ഇതാണ് പ്ലാന്റിൻ്റെ വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 600 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഈ അടുത്ത് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ബട്ടർഫ്ലൈയുടെ വെറൈറ്റീസുകളാണ് കേട്ടോ. ബട്ടർഫ്ലൈയുടെ പ്ലാന്റുകൾ, ഈ ബട്ടർഫ്ലൈ സ്പ്ലാഷ് എന്ന് പറയുന്ന പ്ലാന്റ് ഫുള്ള് ഫ്ലവർ ഇട്ടു കേട്ടോ. എല്ലാ പ്ലാന്റുകളിലും ഫ്ലവറായി, കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങി. ബട്ടർഫ്ലൈ സ്പ്ലാഷ് ആണ് വരുന്നത്. ഇതിൻ്റെ നല്ലൊരു പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു 7 ഇഞ്ച് പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ബട്ടർഫ്ലൈ സ്പ്ലാഷ്. ഈ ഒരു സൈസിലുള്ള ബട്ടർഫ്ലൈ സ്പ്ലാഷിന് റേറ്റ് വരുന്നത് 450 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇനി ബട്ടർഫ്ലൈ വൈറ്റ് ആണ് വരുന്നത്. ബട്ടർഫ്ലൈ വൈറ്റ് ഇതുപോലെയുള്ള വലിയൊരു കവറിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് ബട്ടർഫ്ലൈ വൈറ്റിൻ്റെ പിക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട്. റേറ്റ് വരുന്നത് 300 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് ബട്ടർഫ്ലൈ പിങ്ക് ആണ് കേട്ടോ. പിങ്ക് ഈ ഒരു സൈസിലാണ് ബട്ടർഫ്ലൈ പിങ്ക് വന്നിരിക്കുന്നത്. ഈ ഒരു സൈസിലുള്ള ബട്ടർഫ്ലൈ പിങ്കിന് റേറ്റ് വരുന്നത് 260 രൂപയാണ് റേറ്റ് വരുന്നത്. അത് ഒരുപാട് പ്ലാന്റ് അവൈലബിൾ അല്ല, കുറച്ച് പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂബി റെഡും ഫ്ലെയിം റെഡും ഒരുപാട് പേര് എൻക്വയറി ചെയ്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ്. റൂബി റെഡിൻ്റെയൊക്കെ വലിയ പ്ലാന്റ് കേട്ടോ. നല്ല വലിയ സൈസ് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ്. ഫുള്ളും ഫ്ലവർ ഇട്ടതാ ഇതുപോലത്തെ സൈസുള്ള വലിയ പ്ലാന്റ് ആണ് റൂബി റെഡ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയ പ്ലാന്റ് ആയ റൂബി റെഡിൻ്റെ പ്ലാന്റ്, അതുപോലെ ഫ്ലെയിം റെഡ് ഒത്തിരി പേര് എൻക്വയറി ചെയ്ത് വാങ്ങിക്കുന്ന പ്ലാന്റ് ആണ് ഫ്ലെയിം റെഡിൻ്റെ വലിയ പ്ലാന്റ്. അപ്പോൾ റൂബി റെഡും ഫ്ലെയിം റെഡും വെച്ചിട്ടുള്ള ഒരു കോംബോയാണ് വരുന്നത്. 1200 ആണ് കോംബോ എമൗണ്ട് വരുന്നത്. 1200 രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത്. 2 പ്ലാന്റിൻ്റെ കോംബോ ആണ്. ഒരു പ്ലാന്റ് ആണെങ്കിൽ 650 രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ. വലിയ പ്ലാന്റ് ആണ്. ഇനിയിപ്പം റൂബി റെഡിനെയും ഫ്ലെയിം റെഡിനെയും ചെറിയ പ്ലാന്റും കൂടി അവൈലബിൾ ആണ്. അതും കൂടി ഒന്ന് നോക്കാം. റൂബി റെഡിൻ്റെ ഫ്ലെയിം റെഡിൻ്റെ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ കാണുന്ന ഫ്ലെയിം റെഡിൽ. ഈ ഒരു സൈസുള്ള ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റ് ആണ്. റൂബി റെഡിൽ ഫ്ലവർ വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഫ്ലെയിം റെഡിൻ്റെയും റൂബി റെഡിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ എമൗണ്ട് വരുന്നത് 750 രൂപയാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ. വലിയ പ്ലാന്റിന് കോംബോ എമൗണ്ട് വരുന്നത് 1200 രൂപയാണ് കേട്ടോ. ഒരുപാട് പേര് വാങ്ങിച്ച ഒരു പ്ലാന്റാണ് ടാങ്ലോങ്ങിൻ്റെ വെറൈറ്റി കേട്ടോ. ടാങ്ലോങ്ങിൻ്റെ 3 വെറൈറ്റിയാണ് നമുക്ക് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ടാങ്ലോങ് റെഡ്, നല്ല ഭംഗി തന്നെയാണ് ടാങ്ലോങ് എന്ന് പറയുമ്പം. ഇതിന് ഫ്ലവർ അധികം വിരിയില്ല കേട്ടോ, ഇങ്ങനെ മുട്ടുപോലെ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ടാങ്ലോങ് റെഡിൻ്റെ പ്ലാന്റ് വരുന്നത്. അടുത്ത് വരുന്നത് ടാങ്ലോങ് പീച്ച്. പീച്ചിൻ്റെ ഫ്ലവറാണ് ഇത് ഈ കാണുന്നത്. ടാങ്ലോങ് പീച്ചാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. പ്ലാന്റിൻ്റെ സൈസൊക്കെ നോക്കിയിട്ട് തന്നെ വാങ്ങിക്കാട്ടെ. ഇതൊക്കെ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ്. പിന്നെ അടുത്തത് വരുന്നത് ടാങ്ലോങ് പർപ്പിൾ. ടാങ്ലോങ് പർപ്പിൾ ഒരുപാട് വലിയ പ്ലാന്റ് അല്ല, എന്നാൽ പോലും ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ്. എന്നാൽ പോലും ഫ്ലവർ വന്നു തുടങ്ങിയ പ്ലാന്റ് ആണ് കേട്ടോ തരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് വരുന്നത്. അപ്പോൾ 3 വെറൈറ്റി ടാങ്ലോങ് ആണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ടാങ്ലോങ് പിങ്കിന് റേറ്റ് വരുന്നത് 750. അടുത്തത് വരുന്നത് ടാങ്ലോങ് റെഡിന് റേറ്റ് വരുന്നത് 750. അടുത്ത ടാങ്ലോങ് പീച്ചിന് റേറ്റ് വരുന്നത് 650. ഇങ്ങനെ 3 വെറൈറ്റി ടാങ്ലോങ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഭംഗി തന്നെയാണ് കേട്ടോ ടാങ്ലോങ്. നമുക്ക് ടാങ്ലോങ് യെല്ലോ ഇടയ്ക്ക് വന്നിരുന്നു, പക്ഷേ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ടപ്പോൾ തന്നെ അത് സെയിലായി പോയിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ടാങ്ലോങ് യെല്ലോ നമുക്ക് കിട്ടിയില്ല കേട്ടോ. അതായത് കുറച്ച് പ്ലാന്റ് മാത്രമേ വന്നിരുന്നുള്ളൂ. അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ബ്രീസ പീച്ചാണ് കേട്ടോ. ബ്രീസ പീച്ചാണ് പ്ലാന്റ് വരുന്നത്. ബ്രീസ പീച്ചിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. പ്ലാന്റ് സൈസ് കാണാം. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ബ്രീസ പീച്ച് അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്ലവറിൻ്റെ ബിഗ് സൈഡിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് ഫ്ലവർ ഉണ്ടായിരുന്ന പ്ലാന്റ് തീർന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു 3-4 പ്ലാന്റ് മാത്രം അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 600 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ.
ഇത്രയും വെറൈറ്റി പ്ലാന്റ്സുകളാണ് നമുക്ക് ഇന്ന് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതുപോലെ കമൻറ്റുകൾ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കമൻറ്റുകൾ മാത്രമാണ് നമ്മളുടെ ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം. ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. പ്ലാന്റ് വാങ്ങിച്ച ആരും കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകണ്ട കേട്ടോ. എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് പുതിയ വെറൈറ്റീസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.